ഇന്നത്തെ യാത്ര അതിമനോഹരമായ കാഞ്ഞിരക്കൊല്ലി വാട്ടർഫോൾസ് കാണാനാണേ. ഇതിന് അളകാപുരി വാട്ടർഫോൾസ് എന്നും പേരുണ്ട്. വീട്ടിൽ നിന്ന് ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഇറങ്ങി. കണ്ണൂരിൽ നിന്നും പോകുന്നവർ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം പയ്യാവൂരിൽ നിന്നും പൈസക്കരി വഴിയും കുന്നത്തൂർ പാടി വഴിയും പോകാം. നമ്മൾ കുന്നത്തൂർ പാടി വഴിയാണ് കേട്ടോ പോകുന്നത്. പുലർച്ചെ വരെ നല്ല മഴയായിരുന്നു. നമ്മളിങ്ങ് എത്താറാകുമ്പോഴേക്ക് നല്ലൊരു കാലാവസ്ഥ കാണുന്നുണ്ടേ. ഏതാണ്ട് 45 കിലോമീറ്ററാണ് തളിപ്പറമ്പിൽ നിന്നും കാഞ്ഞിരക്കൊല്ലിയിലേക്ക്. നമ്മളൊരു 9:30 ആകുമ്പോഴേക്ക് എത്തി. അത്യാവശ്യം ചെറിയ പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും വാട്ടർഫോൾസ് ലക്ഷ്യമാക്കി നടന്നു. കാഞ്ഞിരക്കൊല്ലി വാട്ടർഫോൾസ് എന്നാണ് കേൾവി. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അളകാപുരി വാട്ടർഫോൾസ് എന്ന പേര് കൂടെ ഇതിനുണ്ട്. ഒരു ചെറിയ തട്ടുകട പോലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചായ കടികളൊന്നുമില്ല. തേനാണ് അവിടെ മെയിനായിട്ടും വിൽപ്പനയ്ക്കുള്ളത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് എൻട്രി ഫീ. പ്രധാനമായും കണ്ടൊരു പ്രശ്നം, എമൗണ്ട് നമുക്ക് GPay ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ കേട്ടോ. റേഞ്ച് കുറവായതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമയമെടുത്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് വാട്ടർഫോൾസിലേക്ക് നടന്നത്. ഏതാണ്ട് 400 മീറ്ററോളം ഇവിടുന്ന് നടക്കാനുണ്ട്. ചെറിയൊരു ട്രെക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ദൂരം നടക്കാനുണ്ട്. അത്യാവശ്യം ചെറിയ വ്യൂ പോയിന്റ് ഒക്കെ അവിടെ കാണാനുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്രയും ആൾക്കാർ വരുന്നൊരു ഏരിയ ആയിട്ടും അവിടെ എങ്ങും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. സ്പോട്ടിൽ കറക്റ്റായിട്ട് പ്ലാസ്റ്റിക് ബൂത്തും സ്ഥാപിച്ചിട്ടുണ്ട്. പറ്റുന്നവർ മാക്സിമം രാവിലെ തന്നെ വരണം കേട്ടോ. കറക്റ്റ് ആംബിയൻസ് നിങ്ങൾക്ക് ആ ഒരു ടൈമിലായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക. എൻട്രി ഫീ 50 രൂപ കുറച്ചധികമല്ലേ എന്ന് തോന്നൽ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അതങ്ങ് മാറി. വർഷങ്ങൾക്ക് മുമ്പ് കുന്നത്തൂർ പാടിയിൽ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത ഭീകരമായ വെള്ളച്ചാട്ടം തന്നെയായിരുന്നു കേട്ടോ ഇന്നിവിടെ കാണാൻ പറ്റിയത്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് വെച്ചിട്ട് ആരും വരാൻ നിൽക്കണ്ട കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കെ നമ്മൾ പകുതി അങ്ങ് നനഞ്ഞിട്ടുണ്ടാവും. വെള്ളത്തിന് ഫോഴ്സ് കൂടുതലാണെങ്കിലും ആൾക്കാരൊക്കെ കുളിക്കാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ക്യാമറയിലൂടെ കാണുന്നതിനേക്കാൾ 100 ഇരട്ടി ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. ക്യാമറയുടെ ലെൻസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം അടിക്കുന്നതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറി ശശിപ്പാറ എന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ഉണ്ട്. ഇന്ന് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിൽ വരുന്നവർക്ക് എന്തായാലും മസ്റ്റ് വിസിറ്റഡ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് അതും. അങ്ങനെ അടുത്ത മഴ വരുന്നതിന് മുന്നേ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഏകദേശം 2 മണിയായതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ശ്രീകണ്ഠാപുരം എത്തിയപ്പോൾ ഹോട്ടലിൽ കയറി ബിരിയാണി പറഞ്ഞു. കുറച്ച് മസാല അധികമായിരുന്നെങ്കിലും ബിരിയാണി കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടൽ അത്യാവശ്യം നല്ല നീറ്റായിരുന്നു കേട്ടോ. ഉച്ചഭക്ഷണം കഴിക്കാൻ സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ സൺഡേ യാത്ര കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക്. അടുത്ത യാത്രയായി നമുക്ക് ഉടനെ കാണാം.